സോ ഗൈസ് ഇന്നത്തെ വീഡിയോ വെച്ചാൽ വേറെ ഒന്നുമല്ല ഗൈസ്. ഞാൻ ഇന്നലെ വാഴ 2 പോയി കണ്ട്. ആൻഡ് വാഴ 1 ഇതേപോലെ തന്നെ തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. ആൻഡ് ഇതിനകത്ത് വാഴ 2 കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ മുതൽ ആലോചിച്ചിട്ട് എനിക്ക് കത്താത്ത കുറച്ച് കാര്യം, ലൈക്ക് എനിക്ക് തോന്നി ഇതൊരു വലിയൊരു മിസ്റ്റേക്കായിട്ട് പറ്റിയൊരു സംഭവമായിരിക്കാം. ജസ്റ്റ് ഒരു 90% ചാൻസ് അല്ല, എൻ്റെ ഒരു പേഴ്സണലി 100% ഇതൊരു ചെറിയൊരു അല്ല, അത്യാവശ്യം ഒരു വലിയ മിസ്റ്റേക്കാണെന്ന് തോന്നിയ ഒരു സംഭവമായിട്ട് നടന്നിട്ടുണ്ട്. അത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, ഇത് വാഴ 2 കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ പറയില്ല. കാരണം ഇതിനകത്ത് പകുതി കുറച്ചധികം സ്പോയിലേഴ്സ് ഉണ്ട്. പേഴ്സണലി മൂവി ആക്ച്വലി നല്ലൊരു അടിപൊളി മൂവിയാണ്. ബട്ട് മൂവിയിലെ ടൈം ലൈനാണ് കുറച്ച് വിഷയമായിട്ട് വന്നത്. സിമ്പിളി ഞാൻ പറയുകയാണെങ്കിൽ, വാഴ 1ഉം വാഴ 2, വാഴ 1ത്തെ നമ്മുടെ മെയിൻ ആക്ടേഴ്സ് തന്നെ വാഴ 2ൽ ചെറിയ ഒരു സീനിലുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ബട്ട് ദ മെയിൻ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാഴ 2 എന്ന് പറയുന്ന മൂവിനകത്ത് നമ്മുടെ ഹാഷറിൻ്റെ അവരുടെ കൂട്ടുകാരുടെ വെച്ചാൽ ഹാഷറിൻ്റെ ചെറുപ്പം മുതൽ +2 കഴിഞ്ഞ് എഴുതുന്ന ഒരു കാലഘട്ടം വരെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മതി. വാഴ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ എൻഡ് ഓഫ് ദ സീനിൽ ഇവർ ലൈക്ക് എൻഡിങ്ങിൽ ഹാഷറിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി പഴംപൊരി കഴിക്കുന്നൊരു സീനുണ്ട്. ഇഫ് ഐ ആം റൈറ്റ്, നോർമൽ ആ സീന് സിനിമകളിൽ തന്നെയാണ്. അപ്പോൾ അവർ പഴംപൊരി വെച്ചിരിക്കുന്നത് നമുക്ക് അബ്രോഡ് പോകുന്നു ഒരു സംഭവം. അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പോൾ വാഴ 1ൽ ഇവർ അബ്രോഡ് പോയിട്ടില്ല. ഇങ്ങനെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അബ്രോഡ് പോകുന്നു എന്ന് ആശിർ പറയുന്ന സമയത്ത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് +2ൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. എങ്ങനെ വാഴ 2 കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. കാരണം വാഴ 2ൽ റിസൾട്ട് വന്നപ്പോൾ ആശിറിന് പോകാൻ പറ്റില്ല പുറത്തോട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആശിർ ആ ഒരു ഡയലോഗ് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല ഗൈസ്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത എന്താ വെച്ചാൽ, വാഴ 1ൽ ഇവർ എൻഡിങ്ങിൽ വന്നത് ഇവർ അബ്രോഡ് പോകുന്നു എന്നൊരു മെൻറ്റാലിറ്റിയിലോട്ടാണ്. അങ്ങനെ വാഴ 2 ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ +2 കഴിയുന്നു, +2 റിസൾട്ട് വരുന്നു, ആശിർ പൊട്ടുന്നു, ബാക്കി എല്ലാവരും ജയിക്കുന്നു, അതിൻ്റെ ബാക്കി എല്ലാവരും പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ആശിർ ഇവിടെ ഇരുന്ന് ലൈക്ക് നമ്മളൊരു ആശിറിന് ആ സമയത്ത് ഒരു ലൈനുണ്ട്, റിലേഷൻ ഉണ്ട്. അപ്പോൾ റിലേഷൻ്റെ റിലേഷൻ്റെ പുറകെ നടക്കുന്നു. റിലേഷനായിട്ട് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു കാറ്ററിങ് പോയ സമയത്ത് പപ്പടത്തിൻ്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. പപ്പടത്തിൻ്റെ ഫൈറ്റ് സീന് ഗേൾ ഫ്രണ്ടിൻ്റെ ബ്രദറും ആശീർവാദമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്തും ഇവരെല്ലാം അടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ വാഴ 1ത്തെ ഗ്യാങ് വന്നിട്ട് ആശീറിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ആരെ കല്യാണമെന്ന് വെച്ചാൽ, നമ്മുടെ വാഴ 1ൽ നമ്മളെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചായ അടിക്കുന്ന ഒരു ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ഒരു ഗേളുണ്ട്. പുള്ളിക്കാരിയുടെ കല്യാണമാണ്. പുള്ളിക്കാരുടെ കല്യാണത്തിനാണ് ഈ കാറ്ററിങ്ങിന് ആശിർ വന്നേക്കുന്നത്. ആൻഡ് ഇവരെ വാഴ 1ത്തെ നമ്മുടെ ഗ്യാങ്ങും ഇവരെ കല്യാണം കൂടാൻ വന്നത്. അപ്പോൾ ആശിറിനെ അടിച്ചപ്പോൾ ഇവരെല്ലാവരും കൂടി ഇട്ട് അടിച്ച്. ബട്ട് എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഈ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് +2 കഴിഞ്ഞൊരു 1 ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവരെങ്ങനെ കണ്ടുമുട്ടി? ലൈക്ക് വാഴ 1ത്തെ ഗ്യാങ്ങും ഹാഷിറും എങ്ങനെ കണ്ടുമുട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ടൈം ലൈൻ ഒരു സെറ്റ് ആവുന്നില്ല ഗൈസ്. കാരണം ഇവർ ഓൾറെഡി ഇവരെ +1 +2 ആ ഒരു ടൈമിൽ പകുതിയ സമയത്ത് ഓക്കെ മനസ്സിലായി, ഇവർക്ക് എന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലായി. അങ്ങനെ പോയി എപ്പോഴേക്കും പിന്നെ കുറച്ച് വേറെ ഇഷ്യൂസും കാര്യമെല്ലാം ആയിട്ട് പിന്നെ അതിൽ ലൈക്ക് സംസാരിക്കാനുള്ള ടൈം കിട്ടില്ല. പിന്നെ ട്യൂഷൻ സെൻറ്റർ പോലെ പോയിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവരോടും കണക്ട് ചെയ്യുന്നത്. ബട്ട് ആ ടൈമിൽ എനിക്ക് വാഴ 1 കണ്ടപ്പോൾ മനസ്സിലായത്, ഇവരും വാഴ 1ത്തെ ഗ്യാങ്ങും ഹാഷിറും കണക്ട് ആയത് എപ്പോഴാണെന്ന് വെച്ചാൽ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെണ്ണിൻ്റെ പുറകെ പോയ സമയത്ത് ഒരു പെണ്ണിനെ നോക്കിയ സമയത്ത് ഹാഷിറും അതേ ഗേളിനെ നോക്കുന്നതുകൊണ്ട് ഇവർ രണ്ടാളും കണക്ട് ആയിട്ടാണ് ഇവർ കമ്പനി ആയത്. അപ്പോൾ ഇവർ കമ്പനിയായി. അപ്പം ഇങ്ങനെ കമ്പനിയായപ്പോൾ വാഴ 2ൽ ഇവരിപ്പോൾ എങ്ങനെ കമ്പനിയായി? മറ്റുള്ള കല്യാണത്തിന് വന്ന് അപ്പോഴേക്കും ഭയങ്കര ഏജ് ഓവറായിപ്പോയില്ലേ. അപ്പോൾ ഇത് ഹാഷിറപ്പോൾ പിന്നെ എപ്പോഴാണ് ഇവർ പരിചയപ്പെട്ട്? അപ്പോൾ ഹാഷിറൊന്നും ഇത്രയും ചെറുതായിരുന്ന? ലൈക്ക് 10 പഠിക്കുന്ന ഹാഷിറാണ് ഇവർ ഇത് അടിയിലുണ്ടായത്. അത് ഡിഗ്രി നിർത്തി നോക്കിയിട്ട്. ആക്ച്വലി അതിൻ്റെ ടൈം ലൈൻ എനിക്ക് തീരെ മനസ്സിലായി ഗൈസ്. ആ ടൈം ലൈൻ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കണ്ടതിൻ്റെ കുഴപ്പമാണോ, അതോ എനിക്ക് കഥ മനസ്സിലാത്തതിൻ്റെ കുഴപ്പമാണോ, എന്തിൻ്റെ കുഴപ്പമാണ് എനിക്കൊരു ഐഡിയയില്ല ഗൈസ്. ഈ പടം കണ്ടിട്ട് മനസ്സിലായത് വാഴ 1ഉം വാഴ 2ഉം ഡിഫറെൻറ്റ് ടൈം ലൈനിൽ നടക്കുന്നത്. ആൻഡ് ആ ടൈം ലൈനിൻ്റെ കുറച്ച് കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതെന്തതിങ്ങനെ? പടം അടിപൊളിയാണ്. ബട്ട് വാഴ 1 ഞാൻ തിയേറ്ററിൽ പോയി കണ്ട്, വാഴ 2 തിയേറ്ററിൽ പോയി കണ്ട്. വാഴ 1 സീനൊന്നുമില്ല. വാഴ 2 എത്തിക്കഴിഞ്ഞപ്പോൾ ആഷിറിൻ്റെ സ്റ്റോറി കാണിക്കുന്നു, ആഷിർ മാഷിൻ്റെ ഫ്രണ്ട്സിൻ്റെയും സ്റ്റോറി കാണിക്കുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെ ഇമ്പോർട്ടൻസ് റോളും ഉണ്ട്. പക്ഷെ വിഷയം എന്ന് വെച്ചാൽ 1ഉം 2ഉം നമ്മൾ ഒരുമിച്ച് ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങൾ. മൂവിയല്ല അടിപൊളിയാണ് ഗൈസ്. ബട്ട് മൂവിനെ കുറിച്ച് വേറെ തന്നെ എനിക്കൊരു ഞാൻ റിവ്യൂ ചെയ്യാം. ബട്ട് എനിക്ക് ഇതിനകത്തുള്ളൊരു മേജർ മിസ്റ്റേക്കായി തോന്നിയത് ഈ ഒരു പോർഷനാണ്. പപ്പടം ഫൈറ്റ് ചെയ്യുന്നു, അതിൻ്റെ അപ്പോൾ ഇവർ വന്ന് കൂടെ വന്ന് അടിക്കുന്ന സീനൊന്നുമില്ല. ബട്ട് ഇവരും ഹാഷിറും എപ്പോൾ കമ്പനിയായി? ലൈക്ക് ഇപ്പോൾ ഇവരെ കമ്പനി വാഴ 1ത്തെ ടീമിൻ്റെ ഒരുത്തിയുടെ കല്യാണത്തിനാണ് ഇവർ വന്നേക്കുന്നത്. അപ്പോൾ ഹാഷിറാണെങ്കിൽ +2 കഴിഞ്ഞ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അതിനകത്ത് നമ്മളൊരു സീനിൽ പ്രത്യേകിച്ച് പറയാനുണ്ട്, അടുത്ത കൊല്ലം ആഷിർ അച്ചാർ ഒന്നും തീർക്കല്ല, അടുത്ത കൊല്ലം അവന് പോകേണ്ടിയിട്ട് ഗൾഫിൽ മീൻസ് പുറത്ത് പോയി പഠിക്കേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കണം എന്നൊരു സെഗ്മെൻ്റ് ഉണ്ട് ആഷിറിൻ്റെ ഉമ്മ പറയാൻ. അപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ പിന്നെ അതെങ്ങനെ? എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ ചോദ്യം നിങ്ങൾക്ക് ഇതേ സംഭവം ഉണ്ടോ? ലൈക്ക് ഇപ്പോൾ എനിക്ക് ഇതിപ്പോൾ എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക്, ചിലപ്പോൾ ഇത് വെറും പൊട്ടത്തെറ്റായിരിക്കും. പക്ഷെ എനിക്കിത് പൊട്ടത്തെറ്റായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. അഥവാ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഐഡിയ അല്ലെങ്കിൽ കറക്റ്റ് കാര്യം അറിയുമെന്ന് പറഞ്ഞൊരു വയസ്സ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്ത് ഇങ്ങനെ? എൻ്റെ മാത്രം തോട്ടാണോ ഇത്? ഞാനൊരു റീലിൽ ഇന്ന് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഈ റീലിലും ഇതേ ഒരു ടൈം ലൈനിൽ എന്തൊരു സംഭവം പറഞ്ഞായിട്ട് അത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു റീലുണ്ടാകും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുഴപ്പം എനിക്ക് മാത്രമല്ല ഡൗട്ട് വന്നിട്ടുള്ളത്, കുറച്ചധികം ആക്കും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഡീപ്പായിട്ട് ആലോചിക്കുന്ന സമയത്താണ് അത് തോന്നുക. ജസ്റ്റ് മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേജറായിട്ടുള്ള ഇമോഷൻസ്, കാര്യം, കോമഡി എല്ലാം വർക്കൗട്ട് ആകും. ബട്ട് വാഴ 1ഉം വാഴ 2ൻ്റെ ആ ഒരു കൊളാബ് ചെറുങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് മൊത്തത്തിലൊരു ടൈം ലൈൻ ഒന്നും സെറ്റാകുന്നില്ല. ഇതേപോലൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടോ ഗൈസ്? എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങളും എനിക്ക് പറഞ്ഞു തരുമോ ഇതെന്ത് സംഭവം? ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ് ഗൈസ്, ടോട്ടലി കൺഫ്യൂസ്ഡ്. ഇത്രയുള്ളൂ ഗൈസ്. ബൈ.